എവ്രി വേർഡ് ഈസ് കൗണ്ടഡ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ജസ്റ്റിസ് സൂര്യകാന്ത് എന്നുള്ള പുള്ളിക്കാരൻ കോടതി വാദത്തിനിടയിൽ ഒരു എന്താ പറയുക പ്രസ്താവന ഇറക്കുകയുണ്ടായി. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനെ പുള്ളിക്കാരൻ കോക്രോച്ചായിട്ട് അഭിസംബോധന ചെയ്തു. പക്ഷേ പിന്നീട് ആൾ പറയുകയുണ്ടായി അത് ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് എന്താ പറയുക ഫേക്കായിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസിനെയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ ഒരൊറ്റ വാക്ക് ഈ ഒരു പാർട്ടി രൂപീകരിക്കാൻ കാരണമായി എന്നുള്ളതാണ്. അഭിജിത്ത് എന്ന് പറഞ്ഞ US പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പാർട്ടിയുടെ പിന്നിൽ. പുള്ളിക്കാരൻ മുൻപ് ആം ആദ്മി പാർട്ടിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്ത് തന്നെയായാലും എനിക്കതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ വേർഡ്സ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്, നമ്മുടെ പൊസിഷൻ എന്താണ്, അതനുസരിച്ച് സംസാരിച്ചില്ലെങ്കിൽ അത് ഒരു എന്താ പറയുക ചിലപ്പോൾ അത് വലിയ സംഭവമായി മാറും. ഇതുപോലെ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നെഗറ്റീവ്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടാവണം. അതാണ് പുള്ളിക്കാരന് സംഭവിച്ച മിസ്റ്റേക്ക്. പക്ഷേ ഉർവശി ശാപം ഉപകാരം എന്നുള്ള പോലെ ആം ആദ്മി പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഈ അഭിജിത്തിന് ഉപകാരം ഉണ്ടായി. കാരണം ഇങ്ങനൊരു പാർട്ടി രൂപീകരിച്ചു. 19 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കടന്നു. പക്ഷേ ട്വിറ്ററിൽ നിന്ന് അതിൽ നിന്നങ്ങാണ്ട് ഇന്ത്യ അത് ബാൻ ചെയ്തു. ഇനി മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതൊരു തിരിച്ചടിയാകുമ്പോൾ നമുക്ക് കണ്ടറിയാം. കാരണം ഫുൾ ഫോളോവേഴ്സ് യൂത്താണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ജെൻസി ആൾക്കാരാണ്, യൂത്താണ്. കാരണം ഇനി എന്തായിരിക്കും പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരെ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്താണ് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ബൈ.